ഇലീന ഡിക്രൂസ് പറഞ്ഞിരുന്നു, അതായത് ആ ഒരു നടനാണ് ആ ഒരു സിനിമയിൽ അഭിനയിക്കുന്നതെങ്കിൽ താൻ ഈ ഒരു സിനിമയിൽ നായികയുടെ റോള് ചെയ്യില്ല എന്ന്. എന്തായാലും അതെന്താണെന്ന് നമുക്ക് നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിലേക്ക് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. 200 ലൈക്കിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത്. ഇലീന ഡിക്രൂസിനെ ഇഷ്ടപ്പെടുന്നവരെല്ലാം ഈ ഒരു ലൈക്കിൻ്റെ ബട്ടണിൽ ഒന്ന് ഞെക്കി അമർത്തി പൊട്ടിക്കുക. ഇങ്ങനെ ഒരു കാര്യം വെളിപ്പെടുത്തുന്നത് ബെൽഗോണ്ട സുരേഷ് എന്ന് പറയുന്ന ഒരു പ്രമുഖ തെലുങ്ക് നിർമ്മാതാവാണ്. അതായത് 2008 അദ്ദേഹം ഒരു സിനിമ എടുക്കാൻ തീരുമാനിച്ചു. ബാലെ ഡൊങ്കൽ എന്നാണ് ആ ഒരു സിനിമയുടെ പേരെന്ന് പറയുന്നത്. ആ ഒരു സിനിമയിൽ നായകനായിട്ട് തരുൺ കുമാറും അതുപോലെ തന്നെ നായികയായിട്ട് തീരുമാനിച്ചത് ഇലീന ഡിക്രൂസിനെ ആയിരുന്നു. ഇലീന ഡിക്രൂസിനോട് ഇങ്ങനെ നായകൻ തരുൺ കുമാർ ആണ് എന്ന് പറഞ്ഞപ്പോൾ ഈ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പറ്റില്ല എന്നായിരുന്നു അവരന്ന് പറഞ്ഞത്. അതിനുള്ള കാരണം ആ ഒരു തെലുങ്ക് നിർമ്മാതാവ് പറയുന്നുണ്ട്. അതായത് തരുൺ കുമാർ ആ ഒരു സമയത്ത് അഭിനയിക്കുന്ന സിനിമകളൊന്നും തന്നെ വിജയിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പുറത്ത് ഇലീന ഡിക്രൂസിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവർ അഭിനയിക്കുന്ന സിനിമകളൊക്കെ വളരെ മികച്ച രീതിയിൽ, പ്രത്യേകിച്ച് തമിഴിലൊക്കെ വളരെ മികച്ച രീതിയിൽ ഹിറ്റായി പോവുകയായിരുന്നു. ഈ ഒരു കാരണം കൊണ്ട് അഭിനയിക്കില്ലായിരുന്നു എന്നാണ് അവർ പറഞ്ഞത്. ബട്ട് 1 കോടി രൂപയോളം വാഗ്ദാനം ചെയ്തപ്പോൾ അഭിനയിക്കാമെന്ന് പറഞ്ഞു. സോ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ബോക്സിൽ പറയുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഗുഡ് ബൈ.